സംവിധായകൻ മേജർ രവിയുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ മോഹൻലാലിന്റെ 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിന്റെ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കാം. കണ്ട് പുറത്തിറങ്ങുന്ന പ്രേക്ഷകനെ കൊണ്ട് ഞാൻ ചിന്തിപ്പിക്കും, നമുക്ക് യുദ്ധം വേണോ വേണ്ടേ, യുദ്ധം കൊണ്ട് നമ്മൾ എന്ത് നേടി എന്നുള്ളൊരു ചോദ്യത്തിന് എല്ലാവരും ഒന്ന് ചിന്തിക്കും. കറക്റ്റ് അല്ല, ഇത്രയും നാശങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ട് എന്തിനാണ് നമുക്ക് ഈ ലോകത്തിലൊരു യുദ്ധം എന്നുള്ളത്. അതിന്റെ ഒരു ഡിഫറെന്റ്. പിന്നെന്താ വെച്ചാൽ 3 ക്യാരക്ടേഴ്സും ലൈവ് ക്യാരക്ടേഴ്സ്, ഇവര് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സിന്റെ കഥയാണ്. അപ്പൊ ഇങ്ങനെയും യുദ്ധഭൂമിയിൽ ഉണ്ടാവുമോ എന്നുള്ളത് കാണാത്തൊരു കാര്യമായിരിക്കും. ഒരു ഡിഫറൻസ്. മോഹൻലാലിന് മികച്ച അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാര നേട്ടം ലഭിച്ച ദിവസം തന്നെ ഹൗസ്ഫുൾ ആഘോഷം കൊണ്ടാടാൻ ഒരു ചിത്രം 1971 ബിയോണ്ട് ബോർഡേഴ്സ്. ബിയോണ്ട് ബോർഡേഴ്സ് എന്ന സിനിമയിലൂടെ അതിർത്തിയില്ലാത്ത ഹരം മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ട് ആരാധകർക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ശബ്ദത്തോടെയാണ് ഈ ചിത്രത്തിന് തുടക്കമാവുന്നത്. അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെയും കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന്റെയും സിനിമയായി തീർന്ന ഈ ചിത്രം പ്രേക്ഷക സിരകളിൽ ആവേശത്തിന്റെ വെടിമരുന്നിന് തീ കൊളുത്തി കഴിഞ്ഞു. ആരാധക പ്രതീക്ഷ നീണ്ടുപോകാതെ UN ദൗത്യ സംഘാംഗമായ മേജർ മഹാദേവനായി മോഹൻലാലിന്റെ ഒരു മാസ് എൻട്രി, ആസ്വാദകരെ ആവേശം കൊള്ളിക്കുന്ന കിടിലൻ രംഗങ്ങൾ. മേജർ മഹാദേവന്റെയും അച്ഛൻ മേജർ സഹദേവന്റെയും ഇരട്ട വേഷമാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അണിയുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധമാണ് കഥാപശ്ചാത്തലം. പട്ടാളക്കാരുടെ കുടുംബജീവിതം, അതിലെ വ്യഥകൾ, അവയിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നത്. അല്ലു സിരീഷ്, അരുണോദയ് സിംഗ്, ആശാ ശരത് എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ. അല്ലു സിരീഷ് ലഫ്റ്റനന്റ് ചിന്മയ് എന്ന കഥാപാത്രത്തെ കിടിലമാക്കി. യുദ്ധം ചെയ്യാൻ ആഗ്രഹമില്ലാത്ത സൈനിക ഉദ്യോഗസ്ഥനായാണ് അരുണോദയ് സിംഗിന്റെ എൻട്രി. ഇതുവരെയുള്ള മേജർ രവി ചിത്രങ്ങളിൽ മികച്ചതാണ് ഈ ചിത്രം എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. രാജസ്ഥാൻ, ജോർജിയ എന്നിവിടങ്ങളിലെ ത്രസിപ്പിക്കുന്ന ഈ രംഗങ്ങൾ ചാരുത ചോരാതെ പകർത്തിയ ഛായാഗ്രാഹകൻ സുജിത് വാസുദേവന്റെ കയ്യൊപ്പ് ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. ശത്രുവിനെയും സ്നേഹിക്കുക, അതാണ് ചിത്രത്തിന്റെ ആശയം. മേജർ മഹാദേവന്റെ ഉൾത്തുടിപ്പറഞ്ഞ അഭിനയ മികവിലൂടെ ബിയോണ്ട് ബോർഡേഴ്സിലും തന്റെ അതുല്യ പാടവം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മോഹൻലാൽ. താരരാജാവ് മോഹൻലാൽ എന്നാൽ ഇപ്പോൾ ആരാധകർക്ക് മഹാദേവനാണ്. മേജർ മഹാദേവൻ ആത്മധൈര്യത്തോടെ മരണമെന്ന ശത്രുവിനെ പോലും ഭയപ്പെടാതെ മാതൃരാജ്യത്തിന്റെ സുരക്ഷ മാത്രം കണ്ണിലും ഹൃദയത്തിലും സൂക്ഷിക്കുന്ന മേജർ മഹാദേവൻ. തോക്കിനു മുന്നിലും തോൽക്കാത്ത ചങ്കൂറ്റം കൊണ്ട് ഇനി നമുക്ക് യുദ്ധം വേണ്ട എന്ന് അനുവാചകരെ അനുഭവിപ്പിക്കാനാകുന്ന മേജർ മഹാദേവൻ. ചുരുക്കത്തിൽ യുദ്ധം കൊണ്ട് എന്ത് നേടി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ സിനിമ. മേജർ മഹാദേവൻ വീണ്ടും വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കും വിധത്തിലാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സിനിമ കണ്ടവർക്ക് അഭിപ്രായം കമന്റുകളായി ഇവിടെ രേഖപ്പെടുത്താം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.